രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം ഉന്നയിച്ച വി.ഡി. സതീശന് പിന്നാലെതായി ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം പരാതിയില്ലാത്ത സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് രാജിവെക്കേണ്ട എന്ന നിലപാടിലാണ് മറ്റൊരു വിഭാഗം നേതാക്കളുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, എത്രയും പെട്ടെന്ന് രാജിവെച്ചാൽ അത്രയും നല്ലത് എന്നുള്ളതാണ് വി.ഡി. സതീശന്റെയും ചെന്നിത്തലയുടെയും ഒക്കെ നിലപാട്. അതിന് കാരണവുമുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ഇപ്പോൾ രാഹുൽ ഈ നിമിഷം രാഹുൽ രാജിവെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർ തളരേണ്ടി വരില്ല. എന്താണ് രാജി? അതിന് മറുഭാഗത്തിന്റെ വാദം എന്താണ്? ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കാം എന്നുള്ള ആശങ്കയാണോ? ആര്യ, രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ രാഹുലിനൊപ്പം പ്രതിരോധം സൃഷ്ടിച്ച് നിന്നിരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ രാഹുലിനെ പരസ്യമായി തള്ളിപ്പറയാത്ത ആളുകളുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും അപ്പുറത്തെ ഭാഗത്തേക്ക് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രതികരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രം, വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രം രാഹുലിന് MLA സ്ഥാനത്ത് തുടരാം എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു സൂചന നൽകി പോയിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ കൂടി ഇന്നിപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അടിയന്തരമായുള്ള രാജി വേണം എന്നുള്ളതാണ്. ഒരു നിമിഷം പോലും രാഹുൽ മാങ്കൂട്ടം ഇനിയിപ്പോൾ MLA സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ള നിലപാട് രമേശ് ചെന്നിത്തല അറിയിക്കുന്നു. ഇനിയും പരാതികൾ ഒരുപാട് വന്നേക്കാം. അങ്ങനെ പരാതി വരുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ ഒരു ഘട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളൊരു നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെ അങ്ങ് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡിനും സംസ്ഥാന നേതൃത്വത്തിനും എന്തായാലും ആകില്ല. സണ്ണി ജോസഫുമായും KC ജോസഫുമായും ദീപാദാസ് മുൻഷിയുമായും രമേശ് ചെന്നിത്തല സംസാരിച്ചു. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഓസ്ട്രേലിയയിലാണുള്ളത്. വരും ദിവസങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങി പ്രധാനപ്പെട്ട പത്രത്തിന്റെ ആദ്യ പേജിൽ പറയുന്ന കാര്യം രാജിവെക്കാൻ രാഹുൽ തയ്യാറായില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. അതിനൊക്കെ സാധ്യതയുണ്ടോ? രാഹുലിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് അവസ്ഥയെ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പൊതുവെയുള്ള നിലപാട്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള രാഹുലിന്റെ പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നും വരാത്തത്. അല്ലെങ്കിൽ സ്വാഭാവികമായും ഡൽഹിയിൽ നിന്നും അത്തരമൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങുകയാണ് വേണ്ടത്. രാഹുലിനെ പുറത്താക്കി എന്നുള്ള വാർത്താക്കുറിപ്പാണ് വരേണ്ടത്. പക്ഷേ അത് ചെയ്തില്ല. രാഹുലിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രാജിപ്രഖ്യാപനം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി. രാഹുൽ വീട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ച് രാജിയുണ്ട് എന്ന് 1:30 പ്രഖ്യാപിക്കുന്നു. അതാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ നിലപാടതല്ല. രാഹുൽ രാജിയില്ല എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. ഒരു കാരണവശാലും രാജിയെപ്പറ്റി ആലോചിക്കുന്ന പ്രശ്നം നിലവിലില്ല എന്നുള്ളതായിരുന്നു രാഹുലിന്റെ ഇന്നലത്തെ നിലപാട്. എന്തായാലും അതിനുശേഷം അങ്ങനത്തെ നിലപാടിൽ രാഹുൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നടപടിയിലേക്ക്, നേതൃത്വത്തിൽ നിന്നുള്ള ഒരു നടപടിയിലേക്ക് പോകണം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയെത്തിയിരിക്കുന്നത്. രാഹുലിനുള്ള പിന്തുണ ഓരോ നിമിഷവും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഒരു പിടിച്ചുനിൽപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രാജി ഉണ്ടാകും എന്നുള്ള ഒരു നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അത് എപ്പോൾ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളോടെല്ലാം തന്നെ രാവിലെ നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആദ്യം രാജി വേണ്ട എന്നുള്ള നിലപാടായിരുന്നു CPM-ന്. പക്ഷെ അവർ CPM-ന് നിലപാട് മാറ്റിയിട്ടുണ്ട്. ആ വിവരങ്ങളുമായി AK സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരും. ഇപ്പോൾ വി.ഡി. സതീശന് പിന്നാലെ രമേശ് ചെന്നിത്തലയും ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് പരാതിയുമായി പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡൽഹിയിൽ നടക്കുന്ന AICC-യിൽ നടക്കുന്ന തിരക്കിട്ട ചർച്ചകളെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പത്തനംതിട്ടയിൽ തുടരുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്ന് പിന്നീട് വ്യക്തത വന്നു. പാലക്കാടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങളുമായി AK സ്റ്റെഫിനും അർജുൻ പീതാംബരനും ഒക്കെ നമുക്കൊപ്പം ചേരുന്നു.